കാർഡിയാക് കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, ഡയാലിസിസ് ടെക്നോളജി, ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി. ഇപ്പം ഇത്രയും കോഴ്സുകളിൽ ഏറ്റവും നമുക്ക് കുറച്ച് നല്ല സ്കോപ്പുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എന്താണ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇപ്പോൾ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റിംഗ് ജോബ്സ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പഠന ശാഖകളാണ് ഈ അലൈഡ് ഹെൽത്ത് സയൻസ് എന്നറിയപ്പെടുന്നത്. അപ്പം അതിൽ എന്തൊക്കെ തരം കോഴ്സുകളാണ് വരുന്നത്? ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി, അതുപോലെ പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജി, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ, പിന്നെ ഒപ്റ്റോമെട്രി, പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, ഡയാലിസിസ് ടെക്നോളജി, ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി, അങ്ങനെ ഒരു 8 ബ്രാഞ്ചുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണ്? എത്ര ഇയർ ആണ്? ആക്ച്വലി അത് 4 വർഷത്തോളം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 വർഷം പഠനവും 6 മാസം ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ 1 ഇയർ ഇൻറ്റേൺഷിപ്പ്, അങ്ങനെ 2 രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി 3 ഇയർ പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഈസ് ഈക്വൽ ടു 4 ഇയേഴ്സ് വരുന്നതാണ് ബേസിക് അതിൻ്റെ ഡ്യൂറേഷൻ. ടോട്ടൽ പാക്കേജ് എന്ന് പറയുമ്പോൾ എത്ര വരും? പാക്കേജ് മീൻസ് കുട്ടികൾക്ക് ഫീസും ഫുഡും അക്കോമഡേഷൻ ഉൾപ്പെടെ ഒരു 5 ലക്ഷം രൂപ മുതൽ ഒരു 8 ലക്ഷം രൂപയൊക്കെ മൊത്തം ചിലവ് വരുന്നുണ്ട്. 5 ലക്ഷം രൂപ മുതൽ 8-10 ലക്ഷമൊക്കെ വരുന്ന കോളേജുകളുണ്ടായിരിക്കും. അത് ഓരോ കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫീ ചെയ്യുന്നത്. പക്ഷേ ബേസിക്കലി 5 ലാക്സ് മുതൽ ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ പഠിക്കാം. അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അപ്രൂവ്ഡ് ആയിരിക്കണം. എല്ലാം അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ലഭിക്കും. അതുപോലെ തന്നെ ഈ റേഡിയോളജി ടെക്നീഷ്യനും ഇമേജിംഗ് ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക്കലി അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം ജോബ് സെക്ടർ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അത് ഓരോ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ BSc ഇമേജിംഗ് ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്, ചില സ്ഥലത്താണെന്നുണ്ടെങ്കിൽ റേഡിയോളജി എന്നാണ് കോഴ്സ് അറിയപ്പെടുന്നത്. ചിലത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയും കോഴ്സുകളിൽ ഏറ്റവും നമുക്ക് കുറച്ച് നല്ല സ്കോപ്പുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇതായിട്ട് വരുന്നത് ഇപ്പോൾ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജിക്ക് കാണുന്നുണ്ട്. പിന്നെ MLTക്കും ജോബ് സ്കോപ്പ് ഉണ്ട്. പക്ഷേ MLTക്ക് ബേസിക്കലി ഒത്തിരി പേര് പഠിച്ചിറങ്ങുന്നതുകൊണ്ട് സാലറി ഒക്കെ കുറച്ച് കുറവ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സാലറി വൈസ് നല്ലൊരു സാലറി പാക്കേജിന് ജോബ് കിട്ടുകയും സ്കോപ്പുള്ളതും ഈ പറഞ്ഞ പോലെ BSc OT ആൻഡ് അനസ്തേഷ്യയും അതുപോലെ തന്നെ റേഡിയോളജിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പോൾ സയൻസ് കാറ്റഗറി അല്ലാത്തവർക്ക് ഡിപ്ലോമ പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, സയൻസ് അല്ലാത്തവർക്ക് ഡിപ്ലോമ പഠിക്കാം. ഡിപ്ലോമ പഠിച്ചിട്ട് പിന്നെ ലേറ്റർ ഓൺ അവർക്ക് ലാറ്റർ എൻട്രി വഴിയോ അങ്ങനെയൊക്കെ നമുക്ക് BScയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി അതല്ല ഡിപ്ലോമ പഠിച്ചാലും അവർക്ക് ജോലി ലഭിക്കും. പക്ഷേ BScക്കാരെക്കാളും ഒരു താഴ്ന്ന ശമ്പളമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ എങ്ങനെയാണ് ഡിപ്ലോമക്കാരുടെ? ഡിപ്ലോമ ആണെങ്കിലും 3 ഇയർ തന്നെയാണ് വരുന്നത്. +2 കഴിഞ്ഞവർക്കാണെങ്കിൽ 2 ഇയർ ആണ് വരുന്നുള്ളൂ. 10th കഴിഞ്ഞവർക്ക് 3 ഇയർ ആയിട്ട് പഠിക്കാം. +2 കഴിഞ്ഞവർക്ക് 2 ഇയർ പഠിച്ചാൽ മതിയാവും.